വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. വിശ്വാസം കൂടാതെ ഒരുവന് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല. വിശ്വാസം വഴിയാണ് എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ ധാരാളം വചനങ്ങൾ കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കേണ്ടത്? നമുക്കറിയാം, നോഹയോട് ദൈവം പെട്ടകമുണ്ടാക്കി പക്ഷി മൃഗാദികളെ എല്ലാം പേടകത്തിൻ്റെ ഉള്ളിൽ കയറ്റി, നീ നിൻ്റെ കുടുംബവും പേടകത്തിൻ്റെ ഉള്ളിൽ കയറണം എന്ന് ദൈവം കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് എന്ത് സംഭവിക്കും? പിന്നീട് പേടകത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? എത്ര കാലം പേടകത്തിൻ്റെ ഉള്ളിൽ കഴിയേണ്ടി വരും? ഈ പേടകം ഒഴുകി എവിടെ ചെന്ന് നിൽക്കും? പിന്നീടുള്ള അവസ്ഥകളും സ്ഥിതികളും എന്തൊക്കെയായിരിക്കും? ഇതൊന്നും അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നോഹയോട് പറഞ്ഞു, പേടകമുണ്ടാക്കാൻ പറഞ്ഞു, പേടകമുണ്ടാക്കി. 40 ദിനരാത്രങ്ങൾ മഴ പെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഒന്നിനെക്കുറിച്ചും നോഹയോട് ദൈവം പറയുന്നില്ല. എന്നാൽ നോഹ ആദ്യം പറഞ്ഞത് കേട്ട് ദൈവത്തെ അനുസരിക്കുന്നു, അവൻ വിശ്വസിക്കുന്നു. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യന്മാരെ യേശു വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നെ അനുഗമിക്കൂ എന്നാണ് പറയുന്നത്. യേശുവിനെ അനുഗമിക്കുമ്പോൾ അവർ യേശുവിനോട് ചോദിക്കുന്നില്ല, ഞങ്ങൾക്ക് എന്ത് കിട്ടും, അനുഗമിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും, അല്ലെ എത്ര കാലം നിന്നെ അനുഗമിക്കണം, ഞങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടാവും നിന്നെ അനുഗമിച്ച, ഒന്നും അവർ ചോദിക്കുന്നില്ല. യേശു പറഞ്ഞു, അവർ അവനെ അനുഗമിച്ചു. യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടാതിരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അനേകര് ദൈവം വിളിക്കുമ്പോൾ ഇറങ്ങിത്തിരിക്കുന്നു. ചോദ്യം ചെയ്യപ്പെടാതെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പിന്നീട് അനേക അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും സംഭവിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മളും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ചോദ്യം ചെയ്യപ്പെടാതെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമോ? എന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അവരൊന്നും യേശുവിനോട് ചോദിക്കുന്നില്ല. 40 രാവും 40 പകലും മഴ പെയ്യാൻ പേടകമുണ്ടാക്കാൻ പറയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊരു ചോദ്യം അവിടെ നമ്മൾ കാണുന്നില്ല. സീനായി മലയിലേക്ക് പുത്രനുമായി ഇറങ്ങിത്തിരിക്കാൻ പറയുമ്പോൾ അബ്രഹാം ഒന്നും ദൈവത്തോട് ചോദിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. സ്നേഹമുള്ളവരെ, ചോദ്യം ചെയ്യപ്പെടാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വാസം. ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേക കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുന്നവൻ ഭാഗ്യവാൻ എന്നല്ലേ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വാസമെന്ന് പറയുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.